നമസ്കാരം. ആഗോള ശ്രദ്ധ നേടുന്ന വിവിധ നൂതന ചുവടുവയ്പ്പുകളുമായി ചൈന പ്രതിരോധ രംഗത്ത് പുതുകാൽവെപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം തങ്ങളുടെ സേനാ വിഭാഗങ്ങളിലേക്ക് ചൈന കൂടുതൽ റോബോട്ടിക് ചെന്നായ്ക്കളെ കൂട്ടിച്ചേർക്കാൻ പോവുകയാണ്. തായ്വാനെ സമ്പൂർണമായി പിടിച്ചെടുക്കാൻ ലക്ഷ്യമിട്ടാണ് ചൈന ഇത്തരമൊരു നീക്കം നടത്തുന്നതെന്നാണ് സൂചന. സൈനിക ദൗത്യങ്ങൾക്കായി ചൈന വികസിപ്പിച്ചിരിക്കുന്ന റോബോട്ടിക് ചെന്നായ്ക്കൾക്ക് എത്ര കഠിന സാഹചര്യങ്ങളിലും കാര്യക്ഷമമായി പ്രവർത്തിക്കാനാകും. ദുർഘട പ്രദേശങ്ങളിലേക്ക് പോലും ഓട്ടോമാറ്റിക് റൈഫിളുകളുമായി കടന്നു ചെന്ന് ശത്രുവിനെ വകവരുത്താൻ ഇവയ്ക്കാകുമെന്നാണ് റിപ്പോർട്ടുകൾ വിശദീകരിക്കുന്നത്. അത്യാധുനിക ശേഷികൾ ഉൾക്കൊള്ളിച്ച് നിർമ്മിച്ചിരിക്കുന്ന ഈ റോബോട്ടിക് പോരാളികളെ യന്ത്ര ചെന്നായ്ക്കൾ എന്നാണ് ചൈനീസ് മാധ്യമങ്ങൾ വിശേഷിപ്പിക്കുന്നത്. ചൈന സൗത്ത് ഇൻഡസ്ട്രീസ് ഗ്രൂപ്പ് കോർപ്പറേഷനാണ് ഈ പുതിയ യന്ത്ര ചെന്നായ്ക്കളെ നിർമ്മിച്ചത്. 4 കാലുകളുള്ള AI നിയന്ത്രിത യന്ത്ര ചെന്നായ്ക്കൾക്ക് ധാരാളം പ്രത്യേകതകളുണ്ട്. ഇവയുടെ മുൻഭാഗത്ത് ഹൈ റെസൊല്യൂഷൻ ക്യാമറകളും സെൻസറുകളും പിൻഭാഗത്ത് ഒരു തോക്കുമാണ് ഘടിപ്പിച്ചിരിക്കുന്നത്. 1.2 മൈൽ പരിധിക്കുള്ളിൽ എവിടെയിരുന്നും ഇവയെ നിയന്ത്രിക്കാനാകും. ഒരു യന്ത്ര ചെന്നായ്ക്ക് 70 കിലോയാണ് ഭാരം. ഇവയ്ക്ക് യുദ്ധോപകരണങ്ങൾ, ആയുധങ്ങൾ, മെഡിക്കൽ കിറ്റുകൾ, അവശ്യ സാധനങ്ങൾ എന്നിങ്ങനെ 20 കിലോഗ്രാം ഭാരത്തോളം വഹിക്കാനുമാകും. 200 മീറ്റർ ദൂരം താണ്ടാൻ ഈ യന്ത്രജീവികൾക്ക് 30 സെക്കൻഡുകൾ മാത്രം മതിയെന്നതും ശ്രദ്ധേയമാണ്. ഇക്കഴിഞ്ഞ സെപ്റ്റംബറിൽ ടിയാനൻമെൻ സ്ക്വയറിൽ നടന്ന സൈനിക പരേഡിൽ ഈ യന്ത്ര ചെന്നായ്ക്കളെ പ്രദർശിപ്പിച്ചിരുന്നു. കുന്നുകൾ, പാറക്കെട്ടുകൾ, മതിലുകൾ, മുള്ളുകമ്പിവേലികൾ തുടങ്ങിയ പ്രതിബന്ധങ്ങളെയെല്ലാം നിഷ്പ്രയാസം മറികടക്കാൻ ചൈനയുടെ യന്ത്ര ചെന്നായ്ക്കൾക്കാകും. വെള്ളത്തിനടിയിൽ പോലും 30 മിനിറ്റ് അതിജീവന ശേഷി ഇവയ്ക്കുണ്ടെന്നാണ് ചൈന അവകാശപ്പെടുന്നത്. ഇതിനെല്ലാം ഉപരി തുടർച്ചയായി 2 മണിക്കൂറിൽ പരം സമയം പോരാട്ടത്തിൽ ഏർപ്പെടാനും ഈ റോബോട്ടിക് ചെന്നായ്ക്കൾക്കാകും. ഇവയുടെ ഫസ്റ്റ് ഷോട്ട് ഹിറ്റ് റേറ്റ് 92% ചൈനീസ് പട്ടാളം അവകാശപ്പെടുന്നത്. യുദ്ധമുഖങ്ങളിൽ സൈന്യത്തിന്റെ മുൻനിരയിലാവും റോബോട്ടിക് ചെന്നായ്ക്കൾ വിന്യസിക്കപ്പെടുക. ഇങ്ങനെ മനുഷ്യസേനയുടെ മുന്നണിയിൽ റോബോട്ടിക് സേനയെ അണിനിരത്തുന്നതിലൂടെ പോരാട്ടവേളകളിൽ പട്ടാളക്കാർക്ക് നേരെയുണ്ടാകുന്ന ഭീഷണികളെ ഒഴിവാക്കാനാകും. റോബോട്ടിക് ചെന്നായ്ക്കൾ ഒറ്റയ്ക്ക് നിന്നുള്ള പ്രവർത്തനങ്ങളെക്കാൾ കൂടുതലായി കൂട്ടമായാകും പ്രവർത്തിക്കുക. 5 മുതൽ 10 റോബോട്ടുകളാകും ഒരു ടീമിലുണ്ടാവുക. ഒരു യന്ത്ര ചെന്നായ ദൗത്യ നിർവഹണം നടത്താൻ ഉദ്ദേശിക്കുന്ന പ്രവർത്തന സ്ഥലം നിരീക്ഷിച്ച് ഉറപ്പുവരുത്തുമ്പോൾ അതിനനുസരിച്ചുള്ള നീക്കമാവും മറ്റ് യന്ത്ര ചെന്നായ്ക്കൾ നടത്തുക. ഇത്തരം റോബോട്ടുകൾ രഹസ്യ വിവര ശേഖരണത്തിനും പര്യാപ്തമാണ്. ഒട്ടും ശബ്ദമില്ലാതെ നീങ്ങി ശത്രുവിന്റെ സ്ഥാനം ലൈവായി കമാൻഡ് സെന്ററിലേക്ക് കൈമാറാൻ ഇവയ്ക്കാകും. നൈറ്റ് വിഷൻ സിസ്റ്റം ഉള്ളതിനാൽ തന്നെ രാത്രി ഇരുട്ടിലും അതിസൂക്ഷ്മ പ്രവർത്തനങ്ങൾ നടത്താൻ ഇവയ്ക്കാകും. മാത്രവുമല്ല 24 മണിക്കൂറും ഇവ പ്രവർത്തന സജ്ജമാണ്. യന്ത്രമായതിനാൽ തന്നെ ഇവയ്ക്ക് വിശ്രമത്തിന്റെ ആവശ്യവും ഉദിക്കുന്നില്ല. ഡ്രോണുകളെയും റോബോട്ടുകളെയും സംയോജിപ്പിച്ചുള്ള AI യൂണിറ്റ് പ്രവർത്തനത്തിനും ഈ യന്ത്ര ചെന്നായ്ക്കൾ വിനിയോഗിക്കപ്പെടും. ശത്രുസ്ഥാനങ്ങൾ കണ്ടെത്തൽ, നിരീക്ഷണം, നേരിട്ടുള്ള ആക്രമണം എന്നിങ്ങനെ വിവിധ ഉദ്ദേശങ്ങൾക്കായി വികസിപ്പിച്ചെടുത്തിരിക്കുന്ന യന്ത്ര ചെന്നായ്ക്കളെ ചൈന യുദ്ധരംഗത്തേക്ക് വിന്യസിക്കാൻ തയ്യാറെടുക്കുന്നുവെന്ന റിപ്പോർട്ടുകൾ ലോകരാജ്യങ്ങൾ ചർച്ചാ വിഷയമാക്കിയിരിക്കുകയാണ്. ചൈനയുടെ ഈ നീക്കം ലോകശക്തികൾ തമ്മിലുള്ള ആയുധ മത്സരം, പ്രത്യേകിച്ച് നൂതന സാങ്കേതിക വിദ്യയിൽ അധിഷ്ഠിതമായുള്ള പുതു ആയുധങ്ങളുടെ വികസനം കൂടുതൽ ശക്തമായി തീരുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. അതേസമയം ചൈന പുറത്തിറക്കിയിരിക്കുന്ന റോബോ ചെന്നായ്ക്കൾ സാങ്കേതിക രംഗത്ത് വലിയൊരു ചുവടുവയ്പാണെന്നും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. യുദ്ധഭൂമിയിലേക്ക് AIയും മെഷീനും എത്ര വേഗം കടന്നുവരുന്നു എന്നതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം കൂടിയാണിത്. ഭാവിയിൽ യുദ്ധരംഗത്ത് പട്ടാളക്കാരെ ഇറക്കാതെ തന്നെ റോബോട്ടുകളും AI സാങ്കേതിക വിദ്യയും യുദ്ധക്കളം കയ്യേറുന്ന ഒരു പുതിയ യുദ്ധകാലഘട്ടത്തിന്റെ തുടക്കമായും ചൈനയുടെ ഈ നീക്കത്തെ കാണാം. എന്നിരുന്നാലും യന്ത്രജീവികളുടെയും AIയുടെയും യുദ്ധമുഖത്തെ യഥാർത്ഥ ശേഷി, സുരക്ഷ, നിയന്ത്രണം എന്നിവയെല്ലാം പല ആശങ്കകൾക്കും വഴിയൊരുക്കുന്നുമുണ്ട്. വാർത്തയുടെ നിറം തേടി തനിനിറം.